റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് വന്ന ആക്ടിവിറ്റി നോക്കൂ. ശരി അടയാളപ്പെടുത്താം എന്നാണ്. താഴെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ 3 ഓപ്ഷൻസുകൾ ഇവിടെ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി. അത് ശരിയിടാണ് വേണ്ടത്. എല്ലാ വീഡിയോകളും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാണ്. പിന്നെ ഇങ്ങനെ കള്ളികളിൽ ശരിയിടുമ്പോൾ 2 കള്ളികളിൽ ശരിയിടരുത്. ഡൗട്ട് വരുന്ന 2 കള്ളികളിൽ ശരിയിട്ടാൽ ഒന്നിനും മാർക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കള്ളിയിൽ ശരിയിടുമ്പോൾ മറ്റേ കള്ളിയിലേക്ക് ആ ശരി നീണ്ടു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ടിക്ക് ചെയ്യരുത് എന്നർത്ഥം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തയമ്മുമിൻ്റെ ഫർള്. തയമ്മുമിൻ്റെ ഫർള് നമ്മൾ 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സമയമാവുക, ഔറത്ത് മറക്കുക, മുഖം തടവുക എന്നൊക്കെയാണുള്ളത്. ഏതാണ് സമയമാവില്ല, ഔറത്ത് മറക്കലൊക്കെ എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണല്ലേ. അപ്പോൾ ഇവിടെ തയമ്മുമിൻ്റെ ഫർളാണ് മുഖം തടവുക എന്നുള്ളത്. തടവുക എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അത് തയമ്മുമിൻ്റെയാണ്. ഇനി രണ്ടാമത്തത് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ആർക്ക്? പുരുഷന്, സ്ത്രീകൾക്ക്, ജുമുഅക്ക്. 9ാമത്തെ പാഠത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആർക്കാ? ഇഖാമത്ത് മാത്രം സ്ത്രീകൾക്കാണല്ലേ. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യാം. ബാങ്കും ഇഖാമത്തും ആണെങ്കിൽ പുരുഷന്മാർക്കാണ്. ഇഖാമത്ത് മാത്രമാണെങ്കിൽ സ്ത്രീകൾക്കാണ്. ഇനി 3ാമത്തെ ചോദ്യം എന്താ? നിയ്യത്തിൽ റക്അത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ. നിസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുമല്ലോ. അതിൽ റക്അത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ സുന്നത്താണോ ഫർളാണോ ഷർത്താണോ? അത് നമ്മൾ 10ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. സുന്നത്താണ്. റക്അത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ സുന്നത്താണ്. ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരമാണ്, ഫർളാണ്. ഈ 3 കാര്യങ്ങളാണ് നിർബന്ധം ഫർളുള്ളത് അല്ലേ. ബാക്കി 4-5 കാര്യങ്ങൾ സുന്നത്താണ്. ഇനി 4ാമത്തത് വെള്ളിയാഴ്ച ഇശാഇൽ ഓതണം. വെള്ളിയാഴ്ച ഇശാഇൽ ഓതേണ്ട സൂറത്ത് അതേതാണ്? നമ്മൾ പിന്നെ 12ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. മുൽക്കാണോ ആയലാണോ കാഫിറൂനാണോ? ആയലാണ് അതല്ലേ. വെള്ളിയാഴ്ച ഇശാഇൽ ഓതേണ്ട സൂറത്ത് ആയലാണ്. ഇനി അടുത്തത് 5ാമത്തത് 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം തവറുക്കാണോ ഇഫ്തിറാഷാണോ ഇഫ്തിതാഹാണോ? ഏത് ഇരുത്താണ്? 14ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തവറുക്കും ഇഫ്തിറാഷും ആണ് ഇരുത്തത്തിൽ വരുന്നത്. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും അതേപോലെ ആദ്യത്തെ തഹിയാത്തിലൊക്കെ ആണെങ്കിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. അവസാനത്തെ തഹിയാത്താണെങ്കിലാണ് തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെയൊക്കെ ടിക്ക് ചെയ്യാം. ഇനി 2ാമതൊരു ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു 5 ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ നേരെ കൃത്യമായി വായിച്ചു നോക്കുക. ഉത്തരങ്ങളൊക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ കാണുമ്പോഴേക്കിനെ എഴുതിയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ യോജിക്കുന്ന ഉത്തരം അപ്പുറത്തുണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ വെട്ടിത്തിരുത്തലൊക്കെ പരീക്ഷയുടെ ഒരു വൃത്തിയെ ബാധിക്കും. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ ഉത്തരങ്ങൾ ഓപ്ഷനുകൾ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? 2 ഷഹാദത്ത് കലിമ ചൊല്ലൽ, പിന്നെ മുത്തവസ്സിത്ത്, തത്തവ്വുഅ്, ത്വാഹിർ, നിഫാസ്, മുഗല്ലദ്. ഇതൊക്കെയാണ് ഓപ്ഷനുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ താഴെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. അതിൽ 1ാമത്തെ ചോദ്യം നോക്കാം. സുന്നത്തിനുള്ള മറ്റൊരു പേര്. സുന്നത്തിനുള്ള മറ്റൊരു പേര് ഇതൊക്കെ നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിലേതാണ് സുന്നത്തിനുള്ള മറ്റൊരു പേര്? എന്താ? തത്തവ്വു ആണ്. മന്ദൂബ്, മുസ്തഹബ്, നഫ്ല്, തത്തവ്വു എന്നൊക്കെ പഠിച്ചിരിക്കണമല്ലോ. തത്തവ്വു ആണ് അതിൻ്റെ ആൻസർ. 2ാമത്തെ ചോദ്യം എന്താ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. സ്വയം ശുദ്ധി ഉണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. അതേതാണ്? അത് സിമ്പിളാണ്.
ഇതാണ് അതിൻ്റെ ആൻസർ. ത്വാഹിറാണ്. ത്വാഹിർ. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവും ഉണ്ടെങ്കിൽ തൊഹൂറാണ്, കഴിവില്ലെങ്കിൽ ത്വാഹിറാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മലം മൂത്രം മുതലായ നജസ്സിന് പറയും. മലം മൂത്രം അത് മാത്രമല്ല, അതിൽ കുറേ നേഴ്സുകൾ വേറെ ഉണ്ട്. ഇങ്ങനത്തെ നേഴ്സുകൾക്കൊക്കെ പറയുന്നത് ഏതാണ്? മുത്തവസ്സിത്തായ നജസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് മുത്തവസ്സിത്ത് എന്ന് എഴുതാം. മുത്തവസ്സിത്ത്. ഇനി നാലാമത്തെ ചോദ്യം വുളൂഇൻ്റെ സുന്നത്താണ്. വുളൂഇൻ്റെ സുന്നത്ത് ഇതിലേതാണുള്ളത്? അതിൽ ഫസ്റ്റത്തെ തന്നെയാണ് വുളൂഇൻ്റെ സുന്നത്ത്. 2 ഷഹാദത്ത് കലിമ ചൊല്ലൽ. 2 ഷഹാദത്ത് കലിമ ചൊല്ലൽ. ഇനി അഞ്ചാമത്തെ ചോദ്യം, പ്രസവശേഷം പുറപ്പെടുന്ന രക്തം. പ്രസവശേഷം പുറപ്പെടുന്ന രക്തം പ്രസവം കഴിഞ്ഞിട്ടാണ്, ഏതാണ് അത്? അവിടെ ഉണ്ട്. അഞ്ചാമത്തേത് നിഫാസാണ്. പ്രസവശേഷം പുറപ്പെടുന്ന രക്തം നിഫാസ്. ഇവിടെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ മുഗല്ലദ് എന്നുള്ളൊരു ആൻസർ ഉണ്ടല്ലോ, അത് ഇനി അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതിന് പറ്റിയ ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കണ്ട് എക്സ്ട്രാ ഓപ്ഷനുകളൊക്കെ തരും. അപ്പോൾ അതിൽ നിങ്ങൾ വീണ് പോകരുത്. ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് ഓരോന്നിനോടും യോജിക്കുന്നത് മാത്രം എടുത്ത് ചെയ്താൽ ബാക്കിയുള്ളത് മെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അത് പൂർത്തീകരിച്ച് കൊടുക്കാനാണ്. അതിലൊന്നാമത്തത്, റബ്ബനാ ലക്കൽ ഹംദു ഡാഷ് മിൻ ഷൈഇൻ ബഅദ്. നമുക്കറിയാം ഇത്തിദാലിൽ ചൊല്ലേണ്ടതാണ്. എന്താണ് റബ്ബനാ ലക്കൽ ഹംദു കഴിഞ്ഞിട്ട് മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ അമാശിഇത്ത എന്നുള്ളതാണ് ചേർത്തെടുക്കേണ്ടത്. റബ്ബനാ ലക്കൽ ഹംദു കഴിഞ്ഞിട്ട് മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ അമാശിഇത്ത എന്ന് കൂട്ടി കൊടുക്കുക. മിൻ ഷൈഇൻ ബഅദ് എന്നവിടെ ഉണ്ട്. രണ്ടാമത്തത്, മാസാല യഖുനത്തു ഡാഷ് അദ്ദുന്യാ അല്ലേ. മാസാല യഖുനത്തു എന്താണ്? ഫിൽ ഫജിരി ഹത്താ ഫാറഖദ്ദുന്യാ എന്നാണ്. അപ്പോൾ ഇവിടെ ഫിൽ ഫജിരി എന്നും പിന്നെ ഹത്താ ഫാറഖ എന്നും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? മാസാല യഖുനത്തു ഫിൽ ഫജിരി ഹത്താ ഫാറഖദ്ദുന്യാ. സുബ്ഹ് നിസ്കാരത്തിൽ ദുന്യാവ് വിട്ടുപിരിയുന്നത് വരെ നബി തങ്ങൾ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന് അർത്ഥം വരുന്നതാണ്. ഇങ്ങനെ പൂരിപ്പിക്കാനൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക. ഈ പേപ്പറിൽ പൂരിപ്പിക്കാമെന്നോ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ അർത്ഥം എഴുതാനാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതും കൂടി മനസ്സിലാക്കുക. മൂന്നാമത്തെ നോക്കൂ, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഡാഷ് അൽ വിത്രി എന്നുണ്ട്. ഇതേതാണ്? 17ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ 2 13ാമത്തെ പാഠത്തിലാണ്. ഇത് 17ാമത്തെ പാഠത്തിൽ ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമളാന അല്ലേ 20 റക്അത്തൻ സിവൽ വിത്രി എന്നാണ്. അപ്പോൾ ഇവിടെ ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി കഴിഞ്ഞിട്ട് ഫീ റമളാന എന്നും 20 റക്അത്തൻ സിവ എന്നും കൂടി ചേർത്ത് കൊടുക്കുക. ബാക്കി അൽ വിത്രി എന്നിവിടെ ഉണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ 20 റക്അത്ത് വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നാണല്ലോ. അപ്പോൾ അർത്ഥം കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. നാലാമത്തത്, സ്വലാത്തുൽ ഈദിൽ 1ാമത്തെ റക്അത്തിൽ ഡാഷ് തക്ബീർ സുന്നത്താണ്. സ്വലാത്തുൽ ഈദ് പറഞ്ഞ പെരുന്നാൾ നിസ്കാരമാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലലാണ് സുന്നത്തുള്ളത് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അത് അതിൻ്റെ കൂടെ അതും കൂടി ചേർക്കണമല്ലേ. വജ്ജഹത്ത് ഓതിയ ശേഷം 7 തക്ബീർ എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചേർക്കാം. സ്വലാത്തുൽ ഈദിൽ 1ാമത്തെ റക്അത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കേണ്ടത് വജ്ജഹത്തു ഓതിയ ശേഷം 7 എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായി? സ്വലാത്തുൽ ഈദിൽ 1ാമത്തെ റക്അത്തിൽ വജ്ജഹത്തു ഓതിയ ശേഷം 7 തക്ബീർ സുന്നത്താണ് എന്നായി. 5ാമത്തെ ചോദ്യം, ഉദറില്ലാത്തവർ ജുമുഅ കഴിയും ഡാഷ് അത് സ്വഹീഹാകുന്നതല്ല. ഉദറില്ലാതെ ഒരു കാരണമില്ലാത്ത ആളുകൾ ജുമുഅ കഴിയും മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ അത് സ്വഹീഹാകുന്നതല്ല എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ചേർക്കാം. ഉദറില്ലാത്തവർ ജുമുഅ കഴിഞ്ഞതിന് ശേഷം മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ എന്ന് ചേർക്കുക. അത് സ്വഹീഹാകുന്നതല്ല എന്നിവിടെ ഉണ്ട്. ഇനി അടുത്തത് ഹുക്കം എഴുതാനാണ്. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി ഹുക്കം എഴുതാം. ഹുക്കം പറഞ്ഞാൽ വിധി എഴുതാനാണ്. താഴെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ വിധി എഴുതി കൊടുക്കാനാണ്. അതിൽ 1ാമത്തെ ചോദ്യം എന്താ? നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ അറിയിക്കൽ. ഒരാളിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുകയാണ്,
ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അയാളെ വസ്ത്രത്തിൽ നജസ് കണ്ടു. അപ്പോൾ അവനെ അറിയിക്കൽ എന്താണ്, വാജിബ് എന്നോ അല്ലെങ്കിൽ നിർബന്ധം എന്നൊക്കെ എഴുതി വെക്കുക. വാജിബ് നെയ്താലും കുഴപ്പമില്ല, നിർബന്ധം നെയ്താലും കുഴപ്പമില്ല. ഇത് 5ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2ാമത്തേത് വുളൂഇൽ തല മുഴുവൻ തടവൽ. വുളൂഇൽ തല മുഴുവൻ തടവൽ എന്താണ്, അതിൻ്റെ വിധി അത് സുന്നത്താണ്. തല അല്പം തടവൽ ഫർളാണ്, മുഴുവൻ തടവൽ സുന്നത്താണ് അല്ലേ. 6ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ. പിന്നെ 3ാമത്തേത് നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. നോമ്പുള്ള ആൾ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ്, കറാഹത്താണ്. അപ്പോൾ കറാഹത്ത് എന്ന് എഴുതാം. പിന്നെ ഇതൊക്കെ 6ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് 4ാമത്തെ ചോദ്യം, സക്കാത്തുൽ ബദൻ കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് ബന്ധിക്കൽ. സക്കാത്തുൽ ബദൻ ഉണ്ടല്ലോ, നമ്മൾ പെരുന്നാൾ ദിവസം കൊടുക്കുന്ന ആ പെരുന്നാൾ ദിവസം ദിവസമൊക്കെ ആയിട്ട് കൊടുക്കുന്ന ശരീരത്തിൻ്റെ സക്കാത്ത്, അത് ഒരു കാരണവും ഇല്ലാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് ബന്ധിക്കൽ എന്താണ്, ഹറാമാണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷത്തേക്ക് ബന്ധിക്കൽ എന്താണ്, കറാഹത്താണ്. ആ ദിവസം തൊട്ട് തന്നെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ കൊടുക്കാതിരിക്കൽ ഹറാമാണ്. നമ്മൾ 13ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അടുത്ത ചോദ്യം 5ാമത്തേത്, ഹലാലായ ദീർഘയാത്രക്കാരൻ നിസ്കാരം ഖസ്റാക്കൽ എന്താണ്. ഹലാലായ ദീർഘയാത്രക്കാരൻ അവന് നിസ്കാരം ഖസ്റാക്കൽ ജായിസാണ്, അനുവദനീയമാണ്. 19ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി 5ാമത്തേത് വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കണം. അതിൽ 1ാമത്തെ ചോദ്യം എന്താണ്, ജുമുഅ ദിവസം സുന്നത്തായ കാര്യങ്ങൾ. വെള്ളിയാഴ്ച ദിവസം സുന്നത്തായ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നേരത്തെ പോവുക, അൽക്കഹഫ് ഓതുക, സ്വലാത്ത് അധികരിപ്പിക്കുക, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ 20ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുളിക്കുക, അതേപോലെ തന്നെ 2ാമത്തേത് നല്ല വസ്ത്രം ധരിക്കുക, പിന്നെ 3ാമത്തേത് സുഗന്ധം ഉപയോഗിക്കുക, 4ാമത്തേത് നേരത്തെ പോവുക, 5ാമത്തേത് എന്താണ് അൽക്കഹഫ് ഓതുക, 6ാമത്തേത് സ്വലാത്ത് അധികരിപ്പിക്കുക. അങ്ങനെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി 2ാമത്തെ ചോദ്യം എന്താ, ജുമുഅയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്തുകൾ. ജുമുഅ ഖുതുബൻ്റെ അല്ല, ജുമുഅ ഖുതുബ അല്ലാത്ത ഖുതുബകളുണ്ടല്ലോ, അതിൻ്റെ ഷർത്തുകൾ നമ്മൾ 21ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 2 ഷർത്തുകളാണുള്ളത്. 1 പുരുഷനായിരിക്കുക, 2 അറബിയിൽ ആയിരിക്കൽ. പുരുഷനായിരിക്കുക, അറബിയിലായിരിക്കുക എന്നീ 2 ഷർത്തുകളേ ഉള്ളൂ. 3ാമത്തേത് ആട്, മാട്, ഒട്ടകം എന്നിവയുടെ സക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക്. ആട്, മാട്, ഒട്ടകം അല്ലേ, അതിൻ്റെ ചുരുങ്ങിയ കണക്ക്. ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് എത്ര, 40 40 ആടുണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. 40. പിന്നെ ഈ ഓരോ ഓർഡറിൽ തന്നെയാണ് ഞാൻ എഴുതുന്നത്. പിന്നെ മാടാണെങ്കിൽ 30 മാടുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. പിന്നെ ഒട്ടകമാണ് 3ാമത് പറയേണ്ടത്. ഒട്ടകമാണെങ്കിലോ, ഒട്ടകം 5 ഒട്ടകം ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. ആടാണെങ്കിൽ 40, മാട് 30, ഒട്ടകം 5. അങ്ങനെ എഴുതിയാലും മതി. 40, 30, 5 ആ ഓർഡറിൽ എഴുതാം. അല്ലെങ്കിൽ ആട് 40, പിന്നെ മാട് 30, ഒട്ടകം 5 ആ രൂപത്തിലും എഴുതാവുന്നതാണ്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 6ാമത്തേത് ആശയം എഴുതാം. ആശയം എഴുതാൻ അർത്ഥം എഴുതുക എന്നുള്ളത് തന്നെയാണ്. 2 ക്വസ്റ്റ്യൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. 1ാമത്തേത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. നമ്മൾ 1ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചതല്ല, 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്താണ് അതിൻ്റെ അർത്ഥം, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്നാണ് അല്ലേ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു. അതുപോലെ തന്നെ 2ാമത്തേത് ലാ സ്വലാത്ത ലിമല്ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബി എന്നാണ്. 12ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം, ലാ സ്വലാത്ത നിസ്കാരമില്ല, ലിമല്ലം യഖ്റഅ ഓതാത്തവന് ബി ഫാത്തിഹത്തിൽ കിതാബ് പറഞ്ഞ ഫാത്തിഹ. അപ്പോൾ അത് ചുരുക്കി പറയുമ്പോൾ എങ്ങനെ പറയാം, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നെഴുതാം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം എന്നാണ്. ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തായിരിക്കും, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ വാജിബാത്തായിരിക്കും. അത് രണ്ടും മാറ്റി എഴുതാനാണ്, വേർതിരിച്ച് എഴുതാനാണ്. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുസ്ലിം ആവുക എന്നുള്ളതാണ്. മുസ്ലിം ആവുക എന്നുള്ളത് എന്താണ്, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്താണ്. നമ്മൾ
15-ാമത്തെ പാഠത്തിൽ അഥവാ 55-ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മുസ്ലിമാവുക എന്നുള്ളത് ഹജ്ജ് വാജിബാവാനുള്ള ഷർത്താണ്. അപ്പോൾ മുസ്ലിമാവുക. പിന്നെ അടുത്തത് എന്താണ്? വിദാഇൻ്റെ തവാഫാണ്. വിദാഇൻ്റെ തവാഫ് എന്താണ്? അത് ഹജ്ജിൻ്റെ വാജിബാത്താണ്. അപ്പോൾ അതിവിടെ ഇതാ വിദാഇൻ്റെ തവാഫ്. അപ്പോൾ മുസ്ലിമാവുക എന്നുള്ളത് നമ്മുടെ ജസ്റ്റ് മനസ്സിലാവാൻ 1, 2 എന്നുള്ള നമ്പർ ഇടുകയാണ്. മുസ്ലിമാവുക എന്നുള്ളത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത്. പിന്നെ വിദാഇൻ്റെ തവാഫ് ഹജ്ജിൻ്റെ വാജിബാത്താണ്. ഇനി സ്വതന്ത്രനാവുക, അതെന്താണ്? സ്വതന്ത്രനാവുക എന്നുള്ളത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്താണ്. അപ്പോൾ അതിവിടെ ഇതാ സ്വതന്ത്രനാവുക, അത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്താണ്. അപ്പോൾ അതിവിടെ 1ലാണ് അല്ലേ. ഇനി ജംറകളിൽ കല്ലെറിയുക. ജംറകളിൽ കല്ലെറിയൽ എന്താണ്? ഹജ്ജിൻ്റെ വാജിബാത്താണ്. അപ്പോൾ അതിവിടെ ഇതാ ജംറകളിൽ കല്ലെറിയുക, എന്താ അത് ഹജ്ജിൻ്റെ വാജിബാത്താണ്. ഇനി കഴിവുള്ളവനാവുക എന്നുള്ളതാണ് അടുത്തത്. എന്താണ്? ഹജ്ജ് വാജിബാകാനുള്ള ഷർത്താണ് കഴിവുള്ളവനാവുക. അപ്പോൾ ഹജ്ജ് വാജിബാകാനുള്ള 3 ഷർത്തുകൾ തന്നെ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മുസ്ലിമാവുക, സ്വതന്ത്രനാവുക, കഴിവുള്ളവനാവുക. അപ്പോൾ ഇത് 1 ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത. ഇവിടെ ലാസ്റ്റ് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ്. അത് ഹജ്ജിൻ്റെ വാജിബാത്താണ്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. അപ്പോൾ അത് 2ാമത്തേലിടാം. അപ്പോൾ ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ ഇതിൽ മുസ്ലിമാവുക, സ്വതന്ത്രനാവുക, കഴിവുള്ളവനാവുക. പിന്നെ ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ ഏതൊക്കെ? വിദാഇൻ്റെ തവാഫ്, ജംറകളിൽ കല്ലെറിയുക, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ്. ഇനി 8ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. 4 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ്. ഇവിടെ വന്നിട്ടുള്ള 1ാമത്തെ ചോദ്യം നോമ്പിൻ്റെ ഫർളുകൾ ഏതെല്ലാം എന്നാണ്. നോമ്പിൻ്റെ ഫർളുകൾ 2 എണ്ണമാണുള്ളത്. നമ്മൾ 24-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഫർളിൽ മിക്കവാറും 1ാമത്തത് നിയ്യത്തായിരിക്കും അധികവും. അപ്പോൾ 1 നിയ്യത്ത്, 2 എന്താണ്? നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. 2ാമത്തത് സക്കാത്തുൽ ബദന് ആർക്കെല്ലാം വേണ്ടി കൊടുക്കണം. സക്കാത്തുൽ ബദന് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്? നമ്മൾ 23-ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ. തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതാം: തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി. അങ്ങനെ എഴുതാം. 3ാമത്തത് ഒരു ഗ്രാമത്തിൽ ജുമുഅ നിലനിർത്തൽ വാജിബാകും എപ്പോൾ? ഒരു നാട്ടിൽ ജുമുഅ നിലനിർത്തൽ വാജിബാകുന്നത് എപ്പോഴാണ്? 20-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുക്കല്ലഫും സ്വതന്ത്രനും ഉദറില്ലാത്തവരും സ്ഥിരതാമസക്കാരുമായ 40 പുരുഷന്മാർ അവിടെയുണ്ടായാൽ എന്നെഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? മുക്കല്ലഫും സ്വതന്ത്രനും ഉദറില്ലാത്തവരും സ്ഥിരതാമസക്കാരുമായ 40 പുരുഷന്മാരുണ്ടായാൽ. അങ്ങനെ എഴുതാം. 4ാമത്തെ ലാസ്റ്റ് ചോദ്യം ഖസ്റിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? ഖസ്റിൻ്റെയും ജംഇൻ്റെയും പിന്നെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷർത്തുകളൊക്കെ 19-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? 3 ഷർത്തുകളുള്ളത്. 1 നിയ്യത്തിൽ ഖസ്റിനെ കരുതൽ. 2 പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ. 3 നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കൽ. ഈ 3 കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെയാണ്? നിയ്യത്തിൽ ഖസ്റിനെ കരുതൽ, പിന്നെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ, പിന്നെ 3ാമത്തത് നിസ്കാരം തീരുന്നത് വരെ യാത്രയിലായിരിക്കൽ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000-ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.